കഴക്കൂട്ടത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില ലീഡുകൾ വരുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രന്റെ ലീഡ് ക്രമാനുഗതമായി വോട്ട് വർദ്ധിപ്പിക്കുന്നു വി മുരളീധരൻ. 6 റൗണ്ടുകൾ പിന്നിടുമ്പോൾ 179 ലീഡിലേക്ക് കടകംപള്ളിയെ പിടിച്ചു കിട്ടിയിരിക്കുന്നു വി മുരളീധരൻ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 7ാമത്തെ റൗണ്ടിൽ കടക്കുമ്പോൾ രഞ്ജിത്തേട്ട, പാങ്ങപ്പാറ, ശ്രീകാര്യം, പള്ളിത്തുറ, കുളത്തൂര്, ആറ്റിപ്ര, കുഴിവിള, പൗണ്ട് കടവ്, കുമാരപുരം, ഇവിടെയൊക്കെ എന്താണ് സ്ഥിതി? കടകംപള്ളിയുണ്ട്, കണ്ണമ്പൂലയുണ്ട്, കുളത്തൂരുണ്ട്, പൊങ്ങുമൂടുണ്ട്, ചെറുവൈക്കൽ, അലത്തറ, ഉള്ളൂര്, മെഡിക്കൽ കോളേജ്, മണ്ണന്തല. എനിക്ക് തോന്നുന്നു പാങ്ങപ്പാറ മുതൽ ശ്രീകാര്യമൊക്കെ BJP കൃത്യമായി തന്നെ ഒരു അടിത്തറയുള്ള മേഖലയാണ്. ശ്രീകാര്യം, പിന്നെ കുളത്തൂര് BJPക്ക് ശക്തിയുള്ള മേഖലയാണ്. ആറ്റിപ്രയുണ്ട്, പൗണ്ട് കടവ് ആ മേഖല മാത്രമേ ഉള്ളൂ കുറച്ചൊരു പ്രശ്നമുള്ളത്. വീണ്ടും കണ്ണമൂലയിലേക്ക് വരുന്നു, തിരിച്ച് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നു. ഈ മണ്ണന്തല മെഡിക്കൽ കോളേജ് ആ മേഖലകളൊക്കെ തന്നെ BJPക്ക് അതിശക്തമായ സ്വാധീനമുള്ള മേഖലകളാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ ഏറ്റവും BJP ഭയപ്പെട്ടിരുന്നത് കഴക്കൂട്ടത്ത് ചന്തവിള മേഖലയാണ്. ചന്തവിള, കാട്ടായിക്കോണം, ചേങ്കോട്ടുകോണം തുടങ്ങിയ മേഖലകൾ CPM കോട്ടയാണ്. അവിടെ കൃത്യമായി തന്നെ കടകംപള്ളി സുരേന്ദ്രനൊപ്പം വോട്ട് പിടിക്കാൻ വി മുരളീധരന് കഴിഞ്ഞിരിക്കുന്നു. 7ാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ, ഞാനിതാ പറയുകയാണ്, 7ാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ വി മുരളീധരൻ ലീഡ് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആഗ്രഹിച്ച ഒരു പരാജയം കടകംപള്ളി സുരേന്ദ്രനാണ്. കാരണം ശബരിമലയിലെ മുതലെല്ലാം കൊള്ളയടിക്കാൻ കൂട്ടുനിന്ന ഒരാൾ, അയാളുടെ പരാജയം ആഗ്രഹിച്ചതാണ്. എന്തായാലും രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇനിയുള്ള റൗണ്ടുകളിൽ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ സ്വാഭാവികമായും വി മുരളീധരൻ മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആസ്ഥാനത്ത് ഇപ്പോൾ മധുരം കൊടുക്കൽ ചടങ്ങ് നടക്കുകയാണ്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള, ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള എല്ലാവരും കൈ ഉയർത്താൻ തുടങ്ങിയിരിക്കുന്നു. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണന്റെ ലീഡ് 5459 ഉയർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വി കുഞ്ഞികൃഷ്ണൻ എന്താണ് പറഞ്ഞത്? രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പുമായിട്ട് അദ്ദേഹം കണക്കുകൾ നിരത്തി അവതരിപ്പിച്ചു. അതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് പാർട്ടി അണികൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതിനുള്ള അംഗീകാരം പിന്നെ കുഞ്ഞികൃഷ്ണനൊപ്പം നിൽക്കുകയാണ്. പിണറായി വിജയൻ ഇപ്പോഴും പിന്നിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. കാരണം അവിടെ നേരത്തെ പറഞ്ഞതുപോലെ CPM കേന്ദ്രങ്ങളിൽ തന്നെയാണ് ഇനി വോട്ടെണ്ണുന്നത്. CPM കേന്ദ്രങ്ങളിൽ നേരത്തെ തന്നെ എണ്ണിയപ്പോൾ അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയാണ് ലഭിച്ചത്. കളമശ്ശേരിയിൽ, ഒരു മിനിറ്റ് രോഹിണി, കളമശ്ശേരിയിൽ UDF സ്ഥാനാർത്ഥി 3508 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. 4234 നേമത്ത് ലീഡ് ഉയർത്തിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ. 6 റൗണ്ട് പിന്നിടുമ്പോൾ 4234 വോട്ടിലേക്ക് രാജീവ് ചന്ദ്രശേഖർ തന്റെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. 6 റൗണ്ട് പൂർത്തിയായിരിക്കുന്നു. 6 റൗണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരെ എണ്ണാൻ പോകുന്നത് കളിപ്പാൻകുളം, നെടുങ്ങാട്, കാലടി, കൊഞ്ചിറവിള, കമലേശ്വരം ഉൾപ്പെടെയുള്ള മേഖലകളാണ്. അതിൽ ഭയക്കേണ്ടത് കൊഞ്ചിറവിള, കമലേശ്വരം മേഖല മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് തിരികെ വരുന്നത് കരിമം, നീറമൺകര, പാപ്പനംകോട്, എസ്റ്റേറ്റ്, തിരുവല്ലം അതുപോലെയുള്ള മേഖലകളിലാണ്. അതൊക്കെ പൊന്നുമംഗലം ഉൾപ്പെടെ BJP ശക്തി കേന്ദ്രങ്ങളാണ്. യെസ്, അപ്പോ എന്തായാലും നേമത്ത് താമര വിരിയും എന്ന് ഏകദേശം നമുക്ക് രോണി ചേച്ചി അല്ലേട്ടാ. വിനീഷ്, ഇനി എണ്ണാൻ പോകുന്ന സ്ഥലങ്ങൾ എത്രത്തോളം വലിയ പ്രതീക്ഷ BJPക്ക്? നിലവിലെ സാഹചര്യത്തിൽ BJP കണക്ക് കൂട്ടിയിരുന്നത് ഈ 6 ബൂത്തുകൾ 6 ഘട്ടം കഴിയുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം BJP പ്രതീക്ഷിക്കുന്നത് ഒരു 5000-ലധികം വോട്ടുകളാണ്. പക്ഷേ അതിലൊരു 800 വോട്ടുകളുടെ വ്യത്യാസം BJPയുടെ പ്രതീക്ഷയിൽ നിന്ന് താഴേക്കാണ് വന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റു പ്രദേശങ്ങളിലേക്ക് ഇനി കടക്കുമ്പോൾ ഒരുപക്ഷെ കൂടിയേക്കാം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില വാർഡുകൾ, പ്രത്യേകിച്ച് കളിപ്പാങ്കുളം, അമ്പലത്തറ, പുത്തൻപള്ളി, കമലേശ്വരം, കരമന, പൊന്നുമംഗലം ഈ പ്രദേശങ്ങൾ വരുമ്പോഴാണ് ഇനി BJPക്ക് ചെറിയ തോതിലെങ്കിലും ഒരുപക്ഷെ തിരിച്ചടിയാകാൻ സാധ്യതയുള്ളത്. അതേസമയം തന്നെ മറ്റു നിരവധി വാർഡുകൾ ഇനിയുമുണ്ട്. കരിമം, കരമന, നെടുങ്കാട്, കാലടി, ആറ്റുകാലൊക്കെ നേരത്തെ എണ്ണിക്കഴിഞ്ഞു. പക്ഷേ ഇത്തരം ചില മേഖലകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതലും ഇനി BJPക്ക് സാധ്യതയുള്ള മേഖലകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയുള്ള ഓരോ ഘട്ടവും BJPക്ക് നിർണായകം എന്ന് തന്നെയാണ്. നേമത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക്
വിലയിരുത്താൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും വിജയത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖരൻ കടക്കും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെയ്യാറ്റിൻകരയുടെ നിലവിലെ സാഹചര്യം കൂടി ഒന്ന് വേഗം പറയാം. നെയ്യാറ്റിൻകര നിലവിൽ നെയ്യാറ്റിൻകരയിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾക്കനുസരിച്ച് നമുക്ക് പ്രേക്ഷകർ മുന്നിലേക്ക് ആ വിവരങ്ങൾ എത്തിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു ടൈറ്റ് മത്സരം നടക്കുന്ന മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഏറ്റവും ശക്തനായ നേതാവ് V. മുരളീധരൻ മത്സരിക്കുമ്പോൾ അവിടെ കടകംപള്ളിക്ക് വലിയ ഒരു ടൈറ്റ് മത്സരം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും അടിപതറാതെ BJP ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കടകംപള്ളി ഇങ്ങനെ കിടന്ന് വേർക്കുകയാണ് വിനീഷേട്ടാ. 6 റൗണ്ട് പൂർത്തിയാകുമ്പോൾ ശാലിനിയുടെ വാക്ക് കടമെടുത്ത് പറയുകയാണെങ്കിൽ കടകംപള്ളി വേർക്കുകയാണ് ചേച്ചി. അതെ അതെ, അത് മാത്രമല്ല ശ്യാം, ഇവിടെ പല വാർത്തകളിലും കടകംപള്ളി ജനം ടിവിയെ വ്യക്തിപരമായി പേരെടുത്ത് വിമർശിക്കുകയും അതെ അതെ. ആലുവയിൽ UDF സ്ഥാനാർത്ഥി അൻവർ സാദത്ത് സിറ്റിംഗ് MLA 7148 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പിറവത്ത് UDF സ്ഥാനാർത്ഥി അനൂപ് ജേക്കബ് 25,020 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അങ്കമാലിയിൽ UDF സ്ഥാനാർത്ഥി റോജി M. ജോൺ 8,855 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കോൺഗ്രസിന്റെ ഒരു തകർച്ച എവിടെയാണ് അടിതെറ്റിയത്? റോഷി അഗസ്റ്റിൻ അടിതെറ്റുകയാണ്, ജോസ് കെ മാണിക്ക് അടിതെറ്റിയാണ്, അങ്ങനെ മാണി ഗ്രൂപ്പിന് പിന്നാലെ എല്ലാവർക്കും അടിതെറ്റിയാണ്. റോഷി അഗസ്റ്റിൻ തോറ്റു എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. തോൽക്കുന്ന ആദ്യത്തെ മന്ത്രി ഇത്തെരഞ്ഞെടുപ്പിൽ. ശ്യാമ അനിൽ നമ്പ്യാർ, എന്തെങ്കിലും കേരള കോൺഗ്രസ് തടക്കം നടിയുന്നു എന്നുള്ളതാണ് മധ്യ കേരളത്തിൽ നിന്നുള്ള ഈ മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനമായി റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കേരള കോൺഗ്രസ് മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം തകർന്നടിയുന്ന കാഴ്ച. പലയിടത്തും 3ാം സ്ഥാനത്തേക്ക്, അത് പാർട്ടി ചെയർമാൻ, കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പാലായിൽ 3ാം സ്ഥാനത്തേക്ക് 6-7 റൗണ്ടുകളൊക്കെ എണ്ണുമ്പോൾ പിന്തള്ളപ്പെടുന്ന ആ കാഴ്ച, അത് പലയിടത്തും. അത് ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കൽ സിറ്റിംഗ് MLA ആണ് പിന്നിലേക്ക് പോകുന്നു. ഒപ്പം കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് ലീഡ് ചെയ്യുന്നുണ്ട്. നിർമ്മല ജിമ്മി കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥി പിന്നിലാണ്. അങ്ങനെ പലയിടങ്ങളിലും കേരള കോൺഗ്രസ് മത്സരിച്ച മണ്ഡലങ്ങളിലൊക്കെ പിന്നിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ കോട്ടയത്ത് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസവൻ പിന്നിലാണ് എന്നുള്ളതാണ്. 6 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ UDFന്റെ നാട്ടകം സുരേഷ് 13,755 വോട്ടുകൾക്ക് 10,000-ന് മുന്നിലേക്ക് വളരെ വേഗത്തിൽ തന്നെ ലീഡ് ഉയർത്താൻ നാട്ടകം സുരേഷിന് കഴിഞ്ഞു. അത് അതേ നിലയിൽ തന്നെ അദ്ദേഹം അവിടെ ഏറ്റുമാനൂരിൽ തുടരുന്നുണ്ട്. ഏറ്റുമാനൂരിൽ VN വാസവൻ പിന്നിലാണ്. 10,000 വോട്ടിൻ്റെ ആ ഒരു ലീഡ് ഒരു ആദ്യത്തെ 4 റൗണ്ട് എണ്ണി തീർത്തപ്പോൾ തന്നെ നാട്ടകം സുരേഷിന് ലഭിച്ചു. പിന്നെ അത് അതേപടി തന്നെ നിലനിർത്താൻ നാട്ടകം സുരേഷിന് സാധിക്കുന്നുണ്ട്. മന്ത്രി VN വാസവൻ ദേവസ്വം മന്ത്രിയായിരുന്നു. അത്തരത്തിൽ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, മറ്റ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ദേവസ്വം വകുപ്പിനെതിരെ ഉയർന്നു വന്ന ആ ജനവികാരങ്ങളെല്ലാം ഏറ്റുമാനൂരിലെ ജനങ്ങൾ മന്ത്രി VN വാസവനെതിരെ പ്രകടമാക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന ഒരു ചിത്രമാണ്. ഇപ്പോൾ 6 റൗണ്ടുകൾ ഏറ്റുമാനൂരിൽ എണ്ണിക്കഴിയുമ്പോൾ 13,755 വോട്ടുകൾക്ക് ഏറ്റുമാനൂരിൽ VN വാസവൻ പിന്നിലാണ് എന്നുള്ള ആ ഒരു ചിത്രം പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഈ 2 സംഭവ വികാസങ്ങൾ കേരള കോൺഗ്രസിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. ഇടുക്കിയിലൊക്കെ ഫലം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി സന്ദേശമായി തന്നെ നൽകുന്നുണ്ട്. വാസവൻ ഒരുപക്ഷെ 2ാമത് തോൽക്കാൻ പോകുന്ന മന്ത്രി VN വാസവനായിരിക്കും. 7ാം റൗണ്ടിൽ പിണറായി വിജയന് ആശ്വാസം ലഭിച്ചിരിക്കുന്നു. ധർമ്മടത്ത് പിണറായി വിജയൻ ആദ്യമായി ലീഡ് പിടിച്ചിരിക്കുന്നു. 1,536 വോട്ടിന്റെ ലീഡാണ്. കിതച്ച് ഒടുവിൽ ഇതാ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം എന്ന നിലയിൽ എത്തിയിരിക്കുന്നു പിണറായി വിജയൻ. 1,536 വോട്ട്. പക്ഷേ അതിനെ ഒരു ആശ്വാസത്തിലേക്ക് കടക്കാനുള്ള വഴിയുണ്ട്. കാരണം ഇനി എണ്ണാൻ പോകുന്നതൊക്കെ CPM അനുകൂല കോട്ടകളാണ് എന്നും പറയുന്നു. അല്ല, നേരത്തെ എണ്ണിയതും CPM കോട്ടകൾ തന്നെയാണ്. അവിടെ ആകെ ചക്കരക്കല്ലും മമ്പറും മാത്രമേ ഉള്ളൂ. അതെ. അതുകൊണ്ട് പിണറായി വിജയന് തൽക്കാലം ഒരു ഗ്ലാസ് സർപ്രൈസ് ഉണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വട്ടിയൂർക്കാവിൽ K. മുരളീധരന്റെ ലീഡ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ 483 വോട്ടുകൾക്ക് മാത്രമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ. ഒരു സംശയം കൂടി ഉണ്ട്. ഈ വട്ടിയൂർക്കാവിലാണ് KPCC ആസ്ഥാനം. അവിടെ എല്ലാവരും വന്ന് ഗംഭീര ആഘോഷത്തിലാണ്. മാത്രം ഇപ്പോഴും എല്ലാവരും ലഡെന്നുമ്പോൾ നോക്കി നിൽക്കുകയാണ് K. മുരളീധരൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാ നമ്മുടെ KK രമയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നിട്ട 6 റൗണ്ടുകൾ മതി കേരളമേ, ഇതു മതി. കുലംകുത്തി എന്ന് ചാപ്പയടിച്ചു കൊല്ലാൻ ആഹ്വാനം ചെയ്തവൻ പൊള്ളുന്ന വെയിലത്ത് നഗ്നനായി നിൽക്കുന്ന കാഴ്ച കാണാൻ ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം ചന്ദ്രശേഖരന് കഴിഞ്ഞു.
രാഷ്ട്രീയ കേരളത്തിന് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് കെ രമയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കെ രമയുടെ ഭൂരിപക്ഷം ഏകദേശം 10,000-ന് അടുത്ത് എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് സൗത്ത് അവിടെ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു 19,090 ഭൂരിപക്ഷം, ക്ഷമിക്കണം, വോട്ടുകൾ നേടി. ഭൂരിപക്ഷം 3,646. അഹമ്മദ് ദേവർകോവിലാണ് രണ്ടാം സ്ഥാനത്ത്. ടി രനീഷ് 13,062 വോട്ടുകളുമായി മൂന്നാം സ്ഥാനത്ത് ഉണ്ട്. തൃശ്ശൂരിൽ രാജൻ ജെ പലന് ലഭിച്ചത് 22,317 വോട്ടുകളാണ്. ഒല്ലൂരിൽ കെ രാജൻ 6,853 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. മണലൂരിൽ LDF സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ് മുൻ വിദ്യാഭ്യാസ മന്ത്രി 1,619 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മണലൂരിലെ ഒരു പക്ഷേ ഈ അസാമാന്യ ഷോ ഓഫ് ആണ് TN പ്രതാപൻ കാണിച്ചത്. ഒരു പക്ഷേ UDF ജയിക്കേണ്ട ഒരു മണ്ഡലം കൂടിയായിരുന്നു ഈ ട്രെൻഡിൽ മണലൂര്. പക്ഷേ ഈ ഷോ ഓഫ് കാരണമാണ് പലപ്പോഴും പ്രതാപൻ ഈ പണി വാങ്ങിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തേത് അനീഷ് കുമാർ പിടിക്കുന്ന വോട്ട് അസാധ്യ സംഘടനാ കോർഡിനേഷൻ നടത്തിയ ഒരു നേതാവ് കൂടിയാണ്. അതെ, അത് മാത്രമല്ല തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ സുരേഷ് ഗോപി MP അനീഷ് കുമാറിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുകയും ചെയ്തു. കാരണം അനീഷ് കുമാർ അതെ, അനീഷ് കുമാറിന്റെ ഒരു സാന്നിധ്യമായിരുന്നു ഈ വിജയത്തിന്റെ ചാത്തന്നൂരിൽ രണ്ടാം സ്ഥാനത്ത് NDA 1998 തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ ലീഡ് ഉയർത്തിയിരിക്കുന്നു. 7,000. വീണ്ടും NDA രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. 1,911 വോട്ടുകൾ മാത്രമാണ് NDA സ്ഥാനാർത്ഥി BB ഗോപകുമാർ ഇപ്പോൾ പുറകിലുള്ളത്. 37,108 വോട്ടുകളാണ് ഒറ്റപ്പാലത്ത് മേജർ രവി പിടിച്ചിരിക്കുന്നത്. അത് ചെറിയൊരു കാര്യമല്ല. വീണ ജോർജ് ഇപ്പോഴും പിന്നിലാണ്. എനിക്ക് തോന്നുന്നു വോട്ട് എണ്ണി തുടങ്ങി ആ സമയം തൊട്ട് വീണ ജോർജ് പിറകിലാണ്. യെസ്.